അപ്പം ഇന്ന് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പടമുണ്ട് ആടുത്രി. ഇവിടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. ആകാശത്തിനും അപ്പുറത്ത് ഏതോ ഒരു ലോകത്ത് നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. അങ്ങനെ ആ കാർന്നവന്മാരെ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത് എന്തോ അജ്ഞാതമായ ശക്തി ഇതിനുണ്ടത്രേ. ഇതന്വേഷിച്ച് പല ദുഷ്ടശക്തികളും പല കാലങ്ങളിലും വരും. ഇതിനുവേണ്ടി യുദ്ധങ്ങൾ വരെ നടക്കും. എനിക്ക് തോന്നുന്നു ടൈം ട്രാവലാണ്. അതേപോലെ എനിക്ക് തോന്നുന്നു ഇതിൽ ട്രഷർ ഹണ്ട് വരുന്നുണ്ടോ. ട്രഷർ ഹണ്ടിന് എന്തൊക്കെയോ പരിപാടിയാണ്. ഈ പുഴയ്ക്ക് പുറകിലൂടെ നാഗത്താം പാലത്തിന്റെ പണി നടക്കാം. നമുക്ക് ഓരോരുത്തരെയായി ഈ മുക്കാലിയിൽ കയറി നിന്ന് അമ്മ ഇത് കൊല്ലാം. മതിയോ? അത് എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഡ്യൂഡ്, രണ്ടാമത്തെ ആള് അറക്കലബു. മതി, ഇനി ഇത് പിടി. പാലം പൊളിച്ചിട്ടാണോ നീ കാശുകാരനാകുന്നത്? ആളുകൾ വിളിക്കും ഹൈ റേഞ്ചിന്റെ ഇനിയാണ് നമ്മുടെ പ്ലാൻ തുടങ്ങുന്നത്. മ്യൂസിക് വയലൻസ് വേണ്ടെന്ന് 100 തവണ ഞാൻ പറഞ്ഞു. ജീവൻ മാറുന്ന പോരാട്ടം ഏത് ഈ വയ്യാത്ത നടുന്ന് വെച്ചണ്ട. എനിക്ക് പോരാടാനുള്ള സമയം സമാഗതമാകും. എന്താണോ വരുന്നത്? ഒട്ടി നിൽക്കാതെ 2 അടി മാറി നിന്ന് കൗണ്ട് ഡൗൺ കേൾക്കണം. മനസ്സിലായോ സാറേ? അതിൽ പുതിയ ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ പെണ്ണ കണ്ടല്ലേ. എന്റെ ബാക്കിൽ ബാങ്കോക്കും മുന്നിൽ മയാമിയുമാണ്. കം ടു ഡാഡി. നോ സെന്റിമെന്റ്, നോ കോംപ്രമൈസ്. ലാസ്റ്റ് റൈറ്റ് പാർട്ട് 1 ഫസ്റ്റ് എനിക്കിതിൽ ചോദിക്കാനുള്ളത്, ഇതിലെവിടെ ആടെവിടെ? എനിക്ക് തോന്നുന്നു ഇതൊരു ടൈം ട്രാവലോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഫ്ലാഷ് ബാക്കിൽ വല്ല കഥ പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ആവും. പക്ഷെ ആടെവിടെ? ആട് 3 എന്നൊക്കെ പേരിട്ടിട്ട് ആട് 1 ആടുണ്ട്, ആട് 2 ആടുണ്ട്. പക്ഷെ ഇതിൽ ഈ ട്രെയിലറിൽ എവിടെയും നമ്മൾ ആടിനെ കണ്ടില്ല. ആടെവിടെ? അതെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പടമാണ്. ഞാനും അതെ. ബിക്കോസ് കോമഡി, മെയിൻ തിങ് കോമഡി. എനിക്ക് തോന്നുന്നു 1ലും 2ലും ത്രൂ ഔട്ട് കോമഡി ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു മൂവിയിൽ കോമഡിയും ഉണ്ടാവും, അതിൻ്റെ ഒപ്പം കുറച്ച് കഥയും കുറച്ച് കഥാപരമായിട്ട് അവർ നോക്കിയിട്ട് തോന്നും. ഈ പടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിനും ഫാൻസ് ഉണ്ട്. ക്യാരക്ടേഴ്സിന് മാത്രമല്ല, ആ ക്യാരക്ടേഴ്സിന്റെ എൻട്രി BGMന് വരെ ഫാൻസ് ഉണ്ട്. ഞാനൊരു ഡ്യൂഡ് ഫാനാണ്. ദ ബ്ലഡി ഗ്രാമഫാസിസ്. ഇതില് ഒരു ലെജൻഡറി ആക്ടർ നമ്മൾ മിസ് ചെയ്യും, മാമുക്കോയ. നമ്മൾ ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും ഉണ്ടാവുന്നു, തേർഡ് പാർട്ടിലില്ല. ട്രെയിലറിന്റെ അവസാനം ലാസ്റ്റ് ടൈം കണ്ടു, പാർട്ട് 1 കണ്ടു. അപ്പോൾ പാർട്ട് 2 ഉണ്ടാവും. അതിലാവട്ടെ, ഞാനും പടം വരാൻ വെയിറ്റിംഗ് ആണ്. പടം വരട്ടെ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.